നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പണക്കൊഴുപ്പിനും സ്വാധീനങ്ങൾക്കുമെതിരായ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളുടെ ഫലമായി 8,889 കോടി രൂപ വിവിധ ഏജൻസികൾ പിടിച്ചെടുത്തു. മയക്കുമരുന്ന്, മദ്യം, സ്വർണം, പണം എന്നിവ പിടിച്ചെടുക്കുന്നത് തിരഞ്ഞെടുപ്പുകളെ സാധൂകരിക്കുകയും തിരഞ്ഞെടുപ്പുകളിലെ സുതാര്യവും സത്യസന്ധവുമാക്കാൻ സഹായിക്കും. മയക്കുമരുന്ന്, സൈക്കോട്രോപിക്, ലഹരി വസ്തുക്കൾ എന്നിവയും പിടിച്ചെടുത്തതിന് കമ്മീഷൻ പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. 3,958 കോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. ട്രാൻസിറ്റ് സോണുകളായിരുന്ന സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവ കൂടുതലായി ഉപഭോഗ പ്രദേശങ്ങളായി മാറുന്നതായി ഡാറ്റ വിശകലനത്തിൽ കണ്ടെത്തിയിരുന്നു. തിരഞ്ഞെടുപ്പുകളിൽ മയക്കുമരുന്ന് വ്യാപാരത്തിന്റെയും പണത്തിന്റെയും പങ്ക് ഇല്ലാതാക്കുന്നതിനും അതുവഴി രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കുന്നതിനും കൂടിയായ ശ്രമങ്ങൾ ആവശ്യമാണെന്നും അവലോകന സന്ദർശനങ്ങളിലൊന്നിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. NCBയുടെ നോഡൽ ഓഫീസർമാരുടെ നടപടി ഉറപ്പാക്കുന്നതിന് കമ്മീഷണർ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ DGയുമായും കൂടിക്കാഴ്ച നടത്തി. DRI, ഇന്ത്യൻ തീര സംരക്ഷണ സേന, സംസ്ഥാന പോലീസ്, മറ്റ് ഏജൻസികൾ എന്നിവരുടെ സജീവമായ ഇടപെടൽ ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രലോഭനങ്ങളിലൂടെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ കമ്മീഷൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ജാഗ്രത ശക്തമാക്കാൻ CEOമാർക്കും എൻഫോഴ്സ്മെന്റ് ഏജൻസികൾക്കും നിർദ്ദേശം നൽകുകയും ചെയ്തു.